തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അധികം ദൂരെയല്ലാതെ അറബിക്കടലിന്റെ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട് മാദ്രേ ദേ ദേവൂസ് ദേവാലയം. വെട്ടുകാട് പള്ളിയുടെ ഔദ്യോഗിക നാമം മാദ്രേ ദേ ദേവൂസൻ ദേവാലയം എന്നാണ്. പോർച്ചുഗീസ് ഭാഷയിലെ മാദ്രേ ദേ ദേവൂസ് എന്ന വാക്കിന് അർത്ഥം ദൈവമാതാവ് എന്നാണ്. കേരള തീരത്ത് പോർച്ചുഗീസ് മിഷണറിമാരുടെ സാന്നിധ്യവും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രചാരണവും ശക്തമായിരുന്ന കാലഘട്ടവുമായി വെട്ടുകാടിൻ്റെ ചരിത്രത്തിനും ബന്ധമുണ്ട്. ആ പോർച്ചുഗീസ് പാരമ്പര്യത്തിൻ്റെ സ്വാധീനത്തിലാണ് മാദ്രേ ദേ ദേവൂസ് എന്ന ഈ പേര് ദേവാലയവുമായി ബന്ധപ്പെട്ടത്. കടലിൻ്റെ ശാന്തമായ പശ്ചാത്തലവും പ്രാർത്ഥനയ്ക്കായി എത്തുന്ന ആയിരക്കണക്കിന് വിശ്വാസികളും പള്ളിയുടെ ആത്മീയ അന്തരീക്ഷവും വെട്ടുകാടിനെ വേറിട്ട് നിർത്തുന്നു. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകതകളിലൊന്നാണ് വർഷം തോറും നടത്തിവരുന്ന തിരുനാൾ, വെട്ടുകാട് തിരുനാൾ എന്ന പേരിൽ പ്രശസ്തമായ ഈ ആഘോഷത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികൾ പങ്കെടുക്കുന്നു. പ്രാർത്ഥനയും നേർച്ചകളും ഒരുക്കങ്ങളും മാത്രമല്ല, തലമുറകളായി കൈമാറി വന്ന വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമാണ് വെട്ടുകാട് തിരുനാൾ. വെട്ടുകാട് പള്ളിയുടെ ചരിത്രം കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കടന്നുവരവുമായും കടൽ തീര പ്രദേശങ്ങളിലെ പഴയ ക്രൈസ്തവ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഉണ്ണിയേശുവിൻ്റെ തിരുസ്വരൂപവുമായുള്ള ഭക്തി. വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകളും ഇവിടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി എത്തുന്നത് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രത്യേകതകളാണ്. വെട്ടുകാട് പള്ളിയിൽ നൂൽച്ചരട് കെട്ടുന്ന നേർച്ച വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമാണ്. പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടി പലരും ഇവിടെ നൂൽച്ചരട് കെട്ടി നേർച്ച നടത്താറുണ്ട്. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനും അനുഗ്രഹം ലഭിക്കാനുമുള്ള വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇത് ചെയ്യുന്നത്. മതഭേദമന്യേ ആളുകൾ എത്തുന്ന വെട്ടുകാടിന്റെ ഭക്തി പാരമ്പര്യത്തിലെ ശ്രദ്ധേയമായ ഒരു ആചാരമാണിത്. പള്ളിയുടെ ചുറ്റുപാടും കടൽ തീരവും വൈകുന്നേരങ്ങളിലെ കാഴ്ചകളും ചേർന്നാൽ ആത്മീയതയ്ക്കൊപ്പം മനോഹരമായൊരു യാത്രാനുഭവവും ഇവിടെ ലഭിക്കും. ചരിത്രവും വിശ്വാസവും പാരമ്പര്യവും കടലിൻ്റെ സൗന്ദര്യവും ഒരുമിക്കുന്ന ഒരിടം, അതാണ് തിരുവനന്തപുരം വെട്ടുകാട്. നിങ്ങൾ ഇതുവരെ വെട്ടുകാട് പള്ളി സന്ദർശിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കൽ ഇവിടെ എത്തി ഈ ആത്മീയ അന്തരീക്ഷം നേരിട്ട് അനുഭവിച്ചറിയും.